കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിന്റെ ക്യാരക്ടറിന്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാൻഡ്രസും ഒന്ന് കേട്ടപ്പോൾ ഭയങ്കര കുറച്ചും കൂടി, കാരണം സ്ഥിരം ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയുമാണല്ലോ. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ട അമ്പൂക്കാർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും വന്നപ്പോൾ ഇഷ്ടമായി. നേരത്തെ ചോദിച്ചാൽ അതിൽ ഇൻപുട്ടിന് അങ്ങനെ ഉണ്ടായില്ല, സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ഡൗട്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസറും വരുന്നോട്ട് വലിയ ഇതുണ്ടായില്ല. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യം മാത്രം. അതെല്ലാം ഡിസ്കഷൻ എല്ലാവരും ഉണ്ടല്ലോ, ഷൈജി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസം ആയിട്ട് നമ്മൾ ഇന്ന് എടുത്തതാണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെ കുറിച്ചൊരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് അധികം ഡിസ്കഷൻ വരും. നൈറ്റ് തന്നെ അതിനൊരു രൂപം ഉണ്ടായിരുന്നു. ഇത് തന്നെ ഇത് നമ്മുടെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിന്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും ക്രൂവും അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് കൂലി മൂവി ആയിട്ട് ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് ഡയറക്റ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ്. അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് മെയിൻ റോളാണ്. അതിപ്പോ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ്. ആരാ പറഞ്ഞ എന്നോട് എനിക്കറിയാം. കുറെ ലേയേഴ്സ് ഉണ്ട്, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ അതിനെ കുറെ കഥ പറയുമ്പോൾ തന്നെ നമ്മളത്തെ ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിങ്ങിനും മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ എന്താ പറയുക, വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിന്റെ വേറെ രീതിയിലുള്ള മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിന്റെ കലക്ക് പെർഫോമൻസ് ആണ്. എല്ലാവരും അടിപൊളിയായിരിക്കും. ഈ വർഷത്തിലുണ്ട്. അതിനെ പറഞ്ഞു കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടി ഡയറക്ഷനിലോട്ട് കയറുക. പറയാം, സമയമുണ്ട്, എന്തോരം കളിക്കും. ദുൽഖർ മൂവി തന്നെയാണ് അടുത്തത്. കാണിക്കുന്നു വിചാരിച്ചു, ഒന്നും കണ്ടില്ല. അത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു ചെറുപ്പകാല കാണിക്കുന്നത്? അതിപ്പോ പറയാൻ പറ്റില്ല, അത് സ്പോയിലറല്ല. സെക്കൻഡ് പാർട്ടിലാണല്ലോ ഇവിടെ